നമസ്കാരം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ചിരിമ ഭീമ സിനിമ ചിരിമ. കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ ഇന്ന് കേരളത്തിൽ പിറന്നൊരു മിമിക്രിക്കാരേ. അമ്പലപ്പറമ്പിൽ നിന്നും കിട്ടിയ ചങ്കുറ്റം കൊണ്ട് ബോളിവുഡിൽ പോലും ഇന്ന് വിലസുന്നോരേ. പൊട്ടി പൊട്ടി ചിരിപ്പിച്ചിട്ടിന്ന് നമ്മെ വിട്ടു പോയ ഞങ്ങളുടെ സോദരര മിമിക്രിക്കാരേ. ഗോഷ്ടി കാട്ടി ചിരിപ്പിക്കും കലയെല്ലാം മിമിക്രിയ ദൂരയോന്റെ അനുഗ്രഹ സുഹൃതമാണേ. കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ ഇന്ന് കേരളത്തിൽ പിറന്നൊരു മിമിക്രിക്കാരേ. അമ്പലപ്പറമ്പിൽ നിന്നും കിട്ടിയ ചങ്കുറ്റം കൊണ്ട് ബോളിവുഡിൽ പോലും ഇന്ന് വിലസുന്നോരേ. ഫാസിൽ നെടുമുടി കൊച്ചിൻ ഹനീഫ് KSN രാജാല പിയഷറഫ് പൊതുനാണപ്പനും പട്ടം സദനും ഇവരാണല്ലോ മിമിക്രി ഗുരുക്കൾ. വണങ്ങി തട്ടിക്കേറി ഓടിച്ചാടി കോലം കെട്ടി മർമ്മം നോക്കി നർമ്മമടിച്ചാൽ സംഗതി ചോറാണേ. കരിമഷി കൊണ്ട് പുലികക്കൊടിയും മീശയും ഒന്ന് കോറിയിടുമ്പോൾ മമ്മൂട്ടി ഒരു ഞൊടിയിട കൊണ്ടത് മോഹൻലാലാണേ. കോമഡി കാട്ടാൻ മത്സരമായി ചാനലിലെല്ലാം ഉത്സവമായി. അതിനാൽ പലരും നാട്ടിൽ വിലസന സിനിമ സ്റ്റാറായി, സൂപ്പർ സ്റ്റാറായി. കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ ഇന്ന് കേരളത്തിൽ പിറന്നൊരു മിമിക്രിക്കാരേ. അമ്പലപ്പറമ്പിൽ നിന്നും കിട്ടിയ ചങ്കുറ്റം കൊണ്ട് ബോളിവുഡിൽ പോലും ഇന്ന് വിലസുന്നോരേ. ചിരിയിൽ ചിന്തയരച്ചു കലക്കി കഥയെഴുതിയിട്ടത് ഹിറ്റായി മാറ്റിയ സിനിമാക്കാരിൽ പലരും പഴയ മിമിക്രിക്കാരാണേ. രാഷ്ട്രീയത്തിൽ വിലസണ പലരും കുട്ടികൾ പോലും അറിഞ്ഞതുമെന്ന് ഞങ്ങളുടെ കോമഡി കണ്ടിട്ടല്ലേ പറയൂ നേതാവേ. നിങ്ങളുടെ സങ്കടമൊക്കെ തീർക്കണ ഞങ്ങളുടെ സങ്കടമാനറിയുന്നു. അതിനാൽ ഞങ്ങൾ കൈകോർക്കുന്നൊരു സംഘടനയ്ക്കായി, ഒത്തൊരുമയ്ക്കായി. കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ ഇന്ന് കേരളത്തിൽ പിറന്നൊരു മിമിക്രിക്കാരേ. അമ്പലപ്പറമ്പിൽ നിന്നും കിട്ടിയ ചങ്കുറ്റം കൊണ്ട് ബോളിവുഡിൽ പോലും ഇന്ന് വിലസുന്നോരേ. ഭീമ സിനിമ ചിരിമയിൽ ഇന്നത്തെ അതിഥി ആരായിരിക്കും? ആരായിരിക്കും ആരായിരിക്കും നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. തെറ്റിദ്ധരിക്കരുത്, ഇത് ഇവിടിങ്ങനാണ് ഭായി എന്ന് പറഞ്ഞ പ്രോഗ്രാമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇയാളെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മിമിക്രി താരങ്ങളും വന്നു ചേരുന്ന ഞങ്ങളുടെ ഒരു കുടുംബമാണ് ഭീമ സിനിമ ചിരിമ. നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ചിരിമ ഭീമ സിനിമ ചിരിമ. ഒരുപാട് താരങ്ങളെ ഇവിടെ ഒരുപാട് കലാകാരന്മാർ അനുകരിച്ചിട്ടുണ്ട്. അത് ഗായകരെയുണ്ട്, അതുപോലെ സിനിമാ താരങ്ങളെയുണ്ട്, രാഷ്ട്രീയ നേതാക്കളെയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലെത്തി ദൃശ്യം എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത കലാഭവൻ ഷാജോണെയാണ് ഞാൻ അനുകരിക്കുന്നത്. കലാഭവൻ ഷാജോൺ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ മിമിക്രിക്കാരുടെ സംഘടനയായ മാ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷം. ഒരു മിമിക്രി കലാകാരനായി സിനിമയിലേക്ക് വന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു ദൃശ്യം എന്ന സിനിമ. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിലൊരു ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് അനുകരിക്കുകയാണ്. എടാ ജോർജ് കുട്ടി, നിന്നെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഇണങ്ങി കിട്ടും. എൻ്റെ സാറേ, ആ മഞ്ഞ മാരുതി സെൻ ഓടിച്ചിരുന്ന ഇവൻ തന്നെയാണ്. അതുകൊണ്ട് ഇവനെ ഞാൻ പൊക്കും.
നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നു? പിന്നെ ഞാൻ എപ്പോഴാണ് കയറി വരേണ്ടത്? എൻ്റെ ഷാജോണെ, നിന്നെ ഞാൻ വിളിക്കും, കലാഭവൻ ഷാജോൺ എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം നീ ഇങ്ങോട്ട് വന്നാൽ പോരെ? അതല്ല, കൈയടി കേൾക്കും വരണം എന്നല്ലേ നീ പറഞ്ഞു? എടാ, അത് ഞാൻ നിന്നെ അനുകരിച്ച് കൈയടി മേടിച്ചോണ്ടിരിക്കുകയാണ്. അത് പറ്റില്ല, നിനക്കുള്ള കൈയടി മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരുമ്പോൾ ഒരു കൈയടിച്ചില്ല എന്ത് ചെയ്യും? എൻ്റെ ഷാജോണെ, ഞാൻ ആദ്യം പറഞ്ഞ നിനക്കൊരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ആ സമയത്ത് നീ ഇതിലെ കയറി വന്നാൽ മതി. കലാഭവൻ ഷാജോൺ എന്ന് വിളിക്കാൻ വന്നാൽ പോരെ? നീ ഇത് കലാഭവനും മൂലം വെച്ചുള്ള പരിപാടിയാണ്. കൈയടി മുഴുവൻ നീ മേടിച്ചെടുക്കുകയും ചെയ്യും, ഞാൻ വരുമ്പോൾ ആരും കൈയടിക്കും. അത് പറ്റില്ല. അങ്ങനെ നീ പറയല്ലോ, കലാഭവൻ 1-2 സ്റ്റൈലൊക്കെ നീ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന മണിയൊക്കെ നീ ആദ്യം കയറി കൈയടി മേടിച്ചു. നിന്റെ കലാഭവനും ഞാൻ എപ്പോഴാണ് കൈയടി ഉടക്കരുത്, ഞാൻ പറഞ്ഞല്ലോ. സിദ്ദിഖ ഇവിടെ ഉണ്ടായിരുന്നില്ല സാറേ. അതല്ല സാറേ ഞാൻ പറഞ്ഞത്, ഇവൻ എന്നോട് പറഞ്ഞ് കൈയടി കിട്ടും, അപ്പൊ നീ വരണം എന്ന് പറഞ്ഞു. ഇവനിതെല്ലാം പറഞ്ഞ് കൈയടി മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരുമ്പോൾ ഇവര് കൈയടിച്ചില്ല. ഞാൻ വരുമ്പോൾ കൈയടിക്കുമോ നിങ്ങൾ? പിന്നെ അപ്പൊ ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. ഇപ്പോ എന്റെ ഷാജോണെ, ഇത് നിനക്ക് കൈയടി കിട്ടാൻ വേണ്ടി സാറ് എന്നെ കൂടെ പറഞ്ഞൊരു മാർഗം പറഞ്ഞു തന്നാണ്. ആണല്ലേ? പിന്നെ അപ്പൊ എനിക്ക് കൈയടി കിട്ടാൻ വേണ്ടി സാർ എനിക്ക് പറഞ്ഞു തന്ന മാർഗമാണ് ഈ ഇടയ്ക്ക് കയറി വന്നോളാം. അത് ശരി. വെൽക്കം. താങ്ക് യു. നന്നായിരുന്നു. ഏത് പടത്തിന്റെ സെറ്റിൽ നിന്നാണ് ഷാജൻ ഇപ്പൊ അവതാരം എന്ന് പറഞ്ഞ സിനിമയാണ് നടക്കുന്നത്. ജോഷ് സാറ് ദിലീപ് ഹീറോ. എറണാകുളത്ത് നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് കലാഭവനിലുണ്ടായിരുന്നതാണ്. അതെ, ഒരേ സമയത്ത് ഞങ്ങളൊരു 5 വർഷക്കാലം ഒരുമിച്ച് 1995 മുതൽ ഒരു 2000 വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിങ്ങൾ കലാഭവനിൽ അല്ലെങ്കിൽ മിമിക്രി സ്റ്റേജുകളിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് തമാശകൾ സംഭവിച്ചിട്ടുണ്ട്, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ചിരി. കാരണം നമ്മളെല്ലാ ദിവസവും ഒരേ ഇത് തന്നെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഓഡിയൻസിന് ഇത് ഫ്രഷ് ആയിരിക്കും, അവരുടെ ചിരിയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു അബദ്ധങ്ങൾ, കൂട്ടത്തിലുള്ള ആൾക്ക് പറ്റുന്ന അമളി, പിന്നെ വഴിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്കും കൂടുതലും അബദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഷാജാൻ അവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ ആബാലച്ചൻ ഷാജനോട് പറഞ്ഞു, ഇവിടെ ഗുസ്തിക്കാരെ ആവശ്യമില്ല, മിമിക്രിക്കാരെ ആവശ്യമുണ്ട്. പിന്നെ ഷാജാൻ 2-3 സ്റ്റാറൊക്കെ എടുത്തപ്പോൾ അച്ഛന് ഭയങ്കര ബോധ്യമായി. അങ്ങനെയാണ് ഷാജോണെ ഇതിനകത്ത് കലാഭവനിലോട്ട് വരുന്നത്. ഞാൻ കലാഭവനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ചേട്ടച്ചാരും പ്രചോദനമൊക്കെ ഒരുമിച്ചായിരുന്നു കലാഭവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ എറണാകുളത്ത് ആദ്യം വരുന്നത് നമ്മുടെ കലാഭവൻ റഹ്മാനിക്കയുടെ ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ടീം ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നവാസിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇടയ്ക്കില്ല, നവാസ് സിനിമയിലോട്ട് പോകുന്ന സമയത്ത് ഇവർ എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കലാഭവനിലോട്ട് ആദ്യം ചെല്ലുന്നത്. പിന്നെ അങ്ങ് സ്ഥിരമായി. അപ്പം അനുഭവങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കലാഭവനിലോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കോട്ടയത്ത്, ഞങ്ങൾ ഇവനും ചങ്ങനാശ്ശേരിയാണ്, ഞങ്ങൾ കോട്ടയാണ്. അപ്പം കോട്ടയത്ത് ഞങ്ങൾ ഒരുപാട് മാട്ട പരിപാടികൾ, ചെറിയ നമ്മുടെ മിമിക്രിക്കാരുടെ ഭാഷയാണ് മാട്ട പരിപാടി. നമ്മളും അങ്ങനെ തന്നെ പറയാം. കലാഭവനിലെ നമ്മുടെ ഒരു സൈനുദ്ദീൻ്റെ ഒരു വലിയ തമാശ ഉണ്ട്. സൈനുദ്ദീൻ ഈ മാട്ട ഇടയ്ക്കിടയ്ക്ക് പിടിക്കും. അപ്പോൾ അന്ന് ആദ്യം തന്നെ നമുക്ക് ലിസ്റ്റ് തരും, കലാഭവനിൽ എത്ര പ്രോഗ്രാം ഉണ്ട്, അതൊരു 10 പരിപാടി ഉണ്ടെങ്കിൽ ആ ഡേറ്റ്സ് ഒക്കെ കുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഗ്യാപ്പിലാണ് മാട്ട പിടിക്കുക. സൈനുദ്ദീൻ ഒരു മാട്ട പിടിച്ചിട്ട് ആ ഡേറ്റിൽ കലാഭവൻ്റെ ബുക്കിംഗ് വന്നു. അപ്പോൾ മാട്ടയുടെ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. അപ്പോൾ മാട്ടയ്ക്ക് പോയില്ലെങ്കിൽ ഇടിയുള്ളൂ, കാരണം ലോക്കൽസാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനന്ന് ഉണ്ടാവില്ല ആ ദിവസം ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ തനിക്കന്ന് വന്നാൽ എന്ന് ചോദിച്ചു. അപ്പോൾ മാട്ട എന്ന് പറഞ്ഞാൽ മാട്ടയ്ക്ക് പോകാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ പറഞ്ഞു, അന്ന് എനിക്ക് പനിയായിരിക്കും അച്ഛോ. അതേപോലെ ഒരു മാട്ട ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു, ചാച്ചൻ പോലീസ്, ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പം ആ കെയർ ഓഫിൽ അപ്പം പരിപാടി തപ്പി നടക്കാണ്. അപ്പം ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഇല്ല. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് അംഗീകരിച്ചിട്ടുമില്ല. എന്നാൽ ഇതെന്താണ്, ഇതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഈ പരിപാടി ബുക്ക് ചെയ്യണം ചേട്ടാ, ഈ കാക്കയും പട്ടിയും പൂജയൊക്കെ സൗണ്ട് ഇല്ലേ, അതൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സമയമുണ്ട് കോട്ടയത്ത്. അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നൊരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ ഒരു സ്വപ്നകുമാർ എന്നാണ്, ഞങ്ങൾ അവനെ സ്വപ്നം എന്ന് വിളിക്കും. അവൻ്റെ അച്ഛൻ സോമൻ സാർ എയർ ക്യാമ്പിലെ SI ആയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പരിപാടികളൊക്കെ ഉണ്ടെന്ന് സോമൻ സാറിന് അറിയാം. അപ്പം എന്നാൽ പുള്ളിക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല, എന്തോ ഇവന്മാർ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്നോട്, എടാ സബ് ജയിലിൽ ഓണാഘോഷ പരിപാടിക്ക് നിങ്ങളുടെ എന്താ സംഭവം എന്താ അത് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി ചെയ്ത് നോക്കണം. അപ്പം ഹാപ്പിയായി. അപ്പോൾ പൈസ ഒന്നും ചോദിക്കും, നമ്മൾ അവിടെ അവസരം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു, എടാ പ്രചോദനം ഇങ്ങനെ ഇവിടെ സബ് ജയിലിൽ ഒരു പരിപാടിയുണ്ട്. അപ്പം എൻ്റെ ചേട്ടച്ചാരുണ്ട്, ശിവചാനുണ്ട്, ജയകുമാറുണ്ട്. ഞങ്ങൾ 4 പേരോടാണ് ചെല്ലുന്നത്. അപ്പോൾ സോമൻ സാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നൊരു മധു സാറിനെ അന്വേഷിച്ചാൽ മതി, മധു സാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ സബ് ജയിലിനും അതൊക്കെ ചെന്ന്, വലിയ കാര്യമില്ല, സബ് ജയിലിൽ ഇങ്ങനെ തൊഴുതിട്ടൊക്കെ ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ എന്താ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഓണാഘോഷ പരിപാടിക്ക് മധു സാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ഒരു റൂമിനകത്ത് ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ മിക്സർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം ഓഫീസേഴ്സൊക്കെ വന്ന് അവരൊക്കെ കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് എന്തോ പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ 3-4 പോലീസുകാർ വന്നു. ഇതെവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പ്രോഗ്രാം മിമിക്രിക്ക് വന്ന്. മിമിക്രി ആര് പറഞ്ഞിട്ട് വന്ന്?
മധു സാറ് പറഞ്ഞിട്ട് ഇവിടെ 2-3 മധു ഉണ്ട്, ഏത് മധുവാണ് ഇവരെ വിളിച്ചത് എന്ന് ചോദിച്ചു. മറ്റേ ആ പി മധു ആയിരിക്കുമോ ഉടനെ വേറെ പോലീസുകാർ അവനിങ്ങനത്തെ അബദ്ധത്തിനൊന്നും കൂട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പരസ്പരം നോക്കി ഇതൊരു അബദ്ധമാണോ ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചെല്ല് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം ഈ തടവുകാരൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ മിമിക്രി അങ്ങ് തുടങ്ങി. ഇവൻ്റെ അന്നത്തെ അരിയിടിക്കാന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. അരിയിടിക്കുമ്പോൾ പറയുന്ന ആ പാട്ടൊക്കെ പാരടിയൊക്കെ പാടി ഞങ്ങൾ എന്തൊക്കെ മിമിക്രി കാണിച്ചു. പക്ഷെ ആരും ചിരിക്കുന്നില്ല. ഈ തടവുകാരെല്ലാം ഞങ്ങളെ നോക്കി നിൽക്കുക. അപ്പം ഞങ്ങൾ ഇതെന്താ ഇവർ ചിരിക്കുക? അപ്പം ഞങ്ങൾ നോക്കും ഡൗട്ടായി, കാര്യം ഞങ്ങളാണ് തടവുകാരനെ അവരാണ് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളെ തന്നെ നോക്കിയിരിക്കുക. ഒരു വിധത്തിൽ പ്രോഗ്രാമെല്ലാം അവതരിപ്പിച്ച് അന്ന് ഓണാഘോഷ പരിപാടിയൊക്കെ. അപ്പോൾ അന്ന് സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തടവുകാർക്കൊപ്പം ഇങ്ങനത്തെ ഞങ്ങളും കൊണ്ടിരിപ്പുണ്ട്. പോലീസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ അടുത്തിരുന്ന തടവുകാരനോട് ചോദിച്ചു ഇതെന്താണ് ചിരിക്കാത്തതെന്നുള്ള സംഭവം ചോദിച്ചു. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചെന്ന് ചോദിച്ചു, ഡയറക്റ്റ് ചോദിച്ചാണ്. ഇതൊരു തടവുകാരൻ, ഞാൻ തടവുകാരനാണ് കഴിച്ചുകൊണ്ടിരിക്കുക. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ നമസ്കാരം, നമ്മളെ പരിപാടി ഇപ്പം മിമിക്രി ഒക്കെ ചെയ്തതാ. എങ്ങനെയായിരുന്നു ചേട്ടാ ഞങ്ങളുടെ പരിപാടി? ഇപ്പം മിമിക്രി ഞങ്ങളുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടിയോ? ഇപ്പം ഞങ്ങൾ 4 പേരുടെ മിമിക്രി പരിപാടി ചെയ്തില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ആ പരിപാടി? അത് നിന്റെയൊക്കെ മിമിക്രി പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ശിക്ഷയുടെ ഒരു ഭാഗമായിരിക്കും. എന്നതാണോ കാണിച്ചത് ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു ഉത്തരം കേട്ടപ്പോ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നൊക്കെ തോന്നില്ല ആ ഒരു ഇതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആ തടവുകാരൻ മറ്റുള്ള തടവുകാരോട് ഇത് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു വലിയൊരു പാഠം മനസ്സിലായത്, തമാശ ഉണ്ടാക്കാനും അത് നന്നായി പ്രസൻറ്റ് ചെയ്യാനും നമ്മളെക്കാൾ കഴിവുള്ളവർ ഒരുപക്ഷെ നമ്മുടെ മുൻപിലിരുന്ന് പ്രോഗ്രാം കാണാനുണ്ടാവും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളൊരു പാഠമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വെരി ഗുഡ്. അന്ന് ആ ജയിലിൽ വെച്ച് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയ കാര്യം അവരുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ അവരോട് നമ്മളോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പനിയായി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പരിചയപ്പെട്ടപ്പോഴാണ് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത്. കാര്യം ആ ഇടയ്ക്ക് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു മോഷ്ടാവെന്ന് പറഞ്ഞാലല്ല, വളരെ ഭീകര കള്ളൻ. അതായത് വളരെ പ്ലാൻഡ് ആയിട്ട് പോലീസുകാർക്കൊക്കെ തലവേദനയായിട്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ക്ലീൻ ആയിട്ട് മോഷ്ടിക്കുന്ന ഒരാൾ. അപ്പം അയാൾക്ക് നമ്മുടെ പരിപാടി ഇഷ്ടപ്പെടുന്നത് ഞങ്ങളോട് കുറേ കാര്യമൊക്കെ സംസാരിച്ചിട്ട് മോഷ്ടിക്കുന്ന കുറച്ച് ചെപ്പടി വിദ്യകളൊക്കെ അവിടെ പുള്ളി പറയുകയും ചെയ്തു. ചില കമ്പികൾ കണ്ടു കഴിഞ്ഞാൽ അയാളോട് വളയ്ക്കൂ എന്ന് പറയുന്നത് കമ്പികൾ അയാളോട് പറയുമെന്ന് തോന്നുന്നു, എന്നെ ഒന്ന് വളയ്ക്കൂ എന്ന്. അത്തരത്തിൽ വളച്ചകത്ത് കയറുന്ന ഒരു കള. അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ് ഭയങ്കര കമ്പനിയായിട്ട് അവസാനം എന്നോട് ചോദിച്ചു, ഷാജോൻ്റെ വീട് എവിടെയാ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ഞെട്ടി. കാരണം ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വരാനുള്ളൊരു പ്ലാൻ ആണോ എന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ധൈര്യം സംഭരിച്ച് വീടിൻ്റെ കറക്റ്റ് അഡ്രസ്സ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഷാജോൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു? അല്ല, ഇവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു. ഈ പാരഡിയുടെ കാര്യം പറഞ്ഞു. പാരഡി എഴുതി പാടുമായിരുന്നു നിങ്ങൾ? പാരഡി ഞങ്ങൾ എഴുതും. സീരിയസ് ആയിട്ട് നാശക്കടൊക്കെ പാട്ട് കേട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ആദ്യ സമയത്ത് ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കോട്ടയത്തൊക്കെ ഒരുപാട് പേര്, അന്ന് പിരിമിഡ് സ്റ്റുഡിയോ ആണ്, അവിടെ റെക്കോർഡ് ചെയ്യാൻ വരും. അപ്പോൾ അവിടെ ആദ്യം റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ ആദ്യം ഷാജോനാണ് വിളിച്ചിങ്ങനെ, ഷാജോൻ ഒരു പാരഡി എങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനൊരു സ്വന്തം അത്യാവശ്യം ഇങ്ങനെ പോകുന്ന വഴിയിൽ ഷാജോൻ്റെ ഫോൺ കോൾ എനിക്ക് വരിക. അപ്പോൾ എന്ന് പറഞ്ഞ്, പ്രചോദനം ഇങ്ങനെ ഒരു പാരഡി എഴുതാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം പരിപാടി കുറവായതുകൊണ്ട് അഡ്വാൻസ് ഒക്കെ മേടിച്ച് കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് സുരേഷ് കുറുപ്പ് സാറ് അവിടെ ഇലക്ഷൻ മത്സരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്താ അഡ്വാൻസ് മേടിച്ചില്ല, ഞാൻ എഴുത്തു തുടങ്ങി, നീ ഇനി വൈകിട്ട് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് എഴുതാം എന്നൊക്കെ പറഞ്ഞു. ഷാജോൻ വേറൊരു പയ്യനെ കൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അന്നൊന്ന് പാടി കേൾപ്പിക്കാമോ. ഞാൻ പിന്നെ എന്താ 4 പേര് നമ്മൾ എഴുതിയിട്ടുണ്ട് സുരേഷ് കുറുപ്പ് സാറിനെ കൊണ്ട്, എങ്ങനെ ഉണ്ടെന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഷാജോൻ ഒന്ന് പാടിക്കാൻ ഓർമ്മയുണ്ടോ? ഏകദേശം ഓർമ്മയുണ്ട്. അല്ല, അതെ അതെ, കുറുപ്പിനഴക്, സുരേഷ് കുറുപ്പിനഴക്, താടിയുമായി മീശയുമായി കുറുപ്പ് വന്നല്ലോ, താടിയുമായി മീശയുമായി കുറുപ്പ് വന്നല്ലോ. അപ്പൊ തന്നെ ഞാൻ ഷാജന പാർട്ടി ഓഫീസ് അവിടെ 2 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പൊ രക്ഷപ്പെട്ടാൽ നിനക്ക് ചാകാതെ രക്ഷപ്പെടാം, അന്ന് ഞാൻ എഴുതി നിർത്തി. പക്ഷെ അതിന് ഇവനും ഭംഗിയായിട്ട് എഴുതായിരുന്നു. അങ്ങനെ വേറൊരു പാരഡിയുടെ കഥ പറയണമെന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ഓഡിയോ കാസറ്റ് ചെയ്യാണ് ഓണത്തിന്. അപ്പം നമുക്ക് വലിയ സ്വപ്നമാണ്. കാരണം ആഷിക്കൊക്കെ ഭയങ്കര ഓഡിയോ കാസറ്റൊക്കെ ചെയ്ത് ദേമാവിലെ കൊമ്പത്തൊക്കെ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് വന്ന സമയമാണ്. അപ്പം ഞങ്ങൾ നമുക്കൊരു കാസറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്ന സിനിമയുടെ ഹിറ്റ് സിനിമയുടെ പേരിൻ്റെ കൂടെ മാവേലി എന്ന് ചേർക്കും. അപ്പോൾ ആ സമയത്ത് ഹിറ്റ് സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള. അപ്പം ഞങ്ങൾ കാസറ്റിൻ്റെ പേരിട്ട് ചിന്താവിഷ്ടനായ മാവേലി. അപ്പോൾ ഇവൻ പാട്ടൊക്കെ എഴുതി ഉഗ്രം പാട്ടൊക്കെയാണ്. റിയാൻ നമ്മൾ സ്റ്റുഡിയോ എടുത്ത് റെക്കോർഡിംഗ് ഒക്കെ നടന്നു. അപ്പം ഞങ്ങൾ കോട്ടയത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് റൂമൊക്കെ എടുത്താൽ അപ്പം ചാച്ചനും അമ്മച്ചൊക്കെ വിളിച്ച് ചോദിക്കുക എന്താ അവർക്കും ടെൻഷനാണ്.
അപ്പോൾ ഒരു ദിവസമാണ് ഞങ്ങൾ ആ ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നത്, വേറൊരു ടീം ഈ ചിന്താവിഷ്ടനായ മാവേലിന് പേരിട്ട് കാസറ്റ് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചി വിളിക്കുന്നത്. അമ്മച്ചി ചോദിച്ചു, ചേട്ടാ എന്നാ നിൻ്റെ സൗണ്ടിന് എന്തോ ഒരു ഇതുപോലെ പറഞ്ഞില്ല, നമ്മുടെ പേര് പോയി, അത് ചിന്താവിഷ്ടനായ മാവേലി എന്നുള്ളത് മറ്റാരും എടുത്തിട്ട് കാസറ്റ് ഇറക്കിയെന്ന് പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ വേറൊരു പേരിട്ടാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ അതല്ല അമ്മച്ചി, അത് ശ്രീനിവാസൻ്റെ ഹിറ്റ് സിനിമയല്ലേ, അപ്പോൾ ആ സിനിമയുടെ പേരിട്ട് കഴിഞ്ഞാൽ കാസറ്റ് പെട്ടെന്ന് ആൾക്കാർ മേടിച്ചോളൂ എന്ന് പറഞ്ഞു. അമ്മച്ചി ആണോടാ മോനെ, ആ കുഴപ്പമില്ലടാ അമ്മച്ചി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി 1 മണിയായപ്പോൾ അമ്മച്ചി വിളിച്ചിരിക്കുക, മോനെ അമ്മച്ചി ഒരു പേര് പറയട്ടാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ അമ്മച്ചി പറ, വടക്ക് നോക്കി മാവേലി നിട്ടോടാന്ന്. ശ്രീനിവാസന്റെ സിനിമ ഹിറ്റ് സിനിമ വടക്ക് നോക്കി യന്ത്രം, വടക്ക് നോക്കി മാവേലി നിട്ടോടാന്ന്. ഇപ്പം ഞാൻ ആദ്യം ചിരിച്ചെങ്കിലും ഞാൻ ഓർത്ത് അയ്യോ അമ്മച്ചി ഉറങ്ങാതെ ഇരുന്ന് നമുക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ടല്ലോ എന്ന്. സാറേ ഞങ്ങളുടെ ഈ കോട്ടയത്തൊക്കെ ഒരുപാട് ഈ കരോള് സമയത്തൊക്കെ യേശുവിനെ കുറിച്ചൊക്കെ ഇവർ തന്നെ പാട്ട് എഴുതും. അപ്പോൾ ഇവർ തന്നെ പാട്ട് എടുത്തിട്ട് ഇവർ തന്നെ പെട്ടെന്ന് പാടിയിട്ട് കാശ് മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല എന്താ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു സിംഗിനെ പോകുമ്പോൾ കരോളുകാർ ഇങ്ങനെ പാടിക്കൊണ്ട് പോകും, വഴി കൂടെ പാടിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ ചാന്തുപൊട്ട് ഓമനപ്പുഴ കടപ്പുറത്തിൻ ഓമനെ ആ പാട്ട്. അപ്പോൾ ഇവർ വളരെ സീരിയസ് ആയിട്ടൊരു വീടിൻ്റെ സൈഡിൽ നിന്ന് പാടുക, ബദലഹേമിൽ പിറന്നു വീണ യേശുവേ പുൽക്കൂട്ടിൽ ജനിച്ചത് എന്തിനാ എന്തിനാ. അപ്പോൾ ഇത് കഴിഞ്ഞ് വേറെ ഗാനമുണ്ട്, നീ ജനിച്ചാൽ നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖവെള്ളി യേശുവേ, 30 വെള്ളിക്കാശിനായി നിന്നെ ഒറ്റിക്കൊടുത്തു യൂദാസ്, അവൻ തന്നെ ഭയങ്കരനാണല്ലോ. ലാസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, യേശു വെറും പാപമാ യൂദാസ് ഭയങ്കരനാ, എന്തുമാത്രം പീഡന പാവന്റെ യേശു അനുഭവിച്ചു. ഒപ്പിക്കൽ പൈസ കിട്ടാൻ വേണ്ടി എന്താ പാടിയത് ഭയങ്കര പാട്ടായി പോയില്ല, രംബാഹോട് എഴുതിയത് യേശു ഷൂ 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 ഷൂ. അവൻ അന്ന് തന്നെ അവിടുന്ന് അച്ഛൻ പോലീസിലാണെന്ന് പറഞ്ഞാൽ ആ അച്ഛനെയാണ് അനുകരിച്ചത് നമ്മുടെ ദൃശ്യത്തിന്. ഇല്ല, ചാച്ചൻ പോലീസിലായിരുന്നു. അച്ഛൻ അങ്ങനെ കർക്കശ സ്വഭാവക്കാരനല്ല. അല്ല, ചാച്ചൻ ഒരു പാവമായിരുന്നു. കാര്യം വളരെ ആരുടെ നിന്നും ഒരു 10 പൈസ കൈക്കൂലി ഒന്നും മേടിക്കാത്ത ചാച്ചൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇമേജ് മാത്രമല്ല. ഇപ്പോഴും നമ്മൾ കോട്ടയത്ത് ചെല്ലുമ്പം യോനാ സാറിൻ്റെ മക്കളാന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു അംഗീകാരം ഉണ്ടല്ലോ, അത് തന്നെയാണ് ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു എന്ന് പറയാനുള്ളത്. പക്ഷേ നമ്മൾ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നതുകൊണ്ട് ചെറുപ്പം മുതലേ ജനിച്ചപ്പം മുതലേ കാണുന്നതെല്ലാം പോലീസുകാരെയാണ്, എസ് ഐമാർ. അപ്പോൾ അവരുടെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലോട്ട് അതൊക്കെയാണ്. പക്ഷേ ചാച്ചന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, നമ്മളൊരു പോലീസുകാരനാവണമെന്നൊരു ആഗ്രഹം ചാച്ചനുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ശ്രദ്ധ മിമിക്രിയിലോട്ടായി പോയതുകൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ളൊരു പ്രാവീണ്യം കൊണ്ടും നമുക്ക് പോലീസുകാരനാകാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ചാച്ചൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും പോലീസുകാരനാകാൻ നന്നായി. സിനിമ നടനായതുകൊണ്ടല്ല, ഇങ്ങനെ ഒരു പോലീസുകാരനാകരുത്, ദൃശ്യത്തിലെ പോലെ ഒരു പോലീസുകാരനാകരുതെന്ന് ചാച്ചൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പോലീസുകാരനായ ചാച്ചൻ്റെ മകൻ അല്ലേ, അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നോ? ഒരു മിമിക്രിക്കാരനായിട്ട് നടക്കുന്നു, എൻ്റെ മകൻ ഒരു ഇൻസ്പെക്ടർ ആകണം അല്ലെങ്കിൽ ഒരു കമ്മീഷണർ ആകണം, അങ്ങനെയൊക്കെ അല്ലേ പോലീസുകാരാകുന്നത്? ഇല്ല, ചാച്ചന് ഞാനീ പറഞ്ഞ പോലെ ചാച്ചന് ഞാനൊരു പോലീസുകാരനാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചാച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വലുതാകുമ്പോൾ പോലീസുകാരനാണ്. പക്ഷേ പറ്റിയില്ല. പക്ഷേ ചാച്ചൻ കലാകാരനായിരുന്നു. ചാച്ചൻ അത്യാവശ്യം നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിമിക്രി, ഞാനും എൻ്റെ ചേട്ടച്ചാർ ഷുബിജാനും മിമിക്രി ചെയ്യുന്നതിനോട് ചാച്ചന് എതിർപ്പൊന്നുമില്ലായിരുന്നു. എനിക്കൊന്ന് ചാച്ചൻ്റെ ആ ഒരു വലിയൊരു ആഗ്രഹം കൊണ്ടായിരിക്കും ഇന്ന് ഒരുപാട് സിനിമയിൽ നമ്മൾ ഈ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്ത്. നമ്മൾ പോലീസ് വേഷങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്തോരമാണ്. നസീർക്ക്, നമ്മുടെ കോട്ടയം നസീർക്ക് ഒരു മെസ്സേജ് വരെ ഉണ്ടാക്കി. നമ്മുടെ ലാലേട്ടന് ഈ ലഫ്റ്റനൻറ്റ് കേണൽ പദവി കിട്ടിയപ്പം എനിക്ക് രാവിലെ ഒരു മെസ്സേജ്, 3 പട്ടാള സിനിമകളിൽ അഭിനയിച്ച മോഹൻലാലിന് ലഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തെങ്കിൽ 120 സിനിമയിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ച ഷാജോണിന് ഒരു പാറാവുകാരനെങ്കിൽ ആക്കണം എന്ന് പറഞ്ഞ് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇന്ന് മുതൽ റോഡ് ഉപരോധിക്കുന്നു കാര്യം. നമ്മൾ സാറിന് ഷാജാനെ വിളിച്ചാൽ എല്ലാവരും സിനിമ ആർട്ടിസ്റ്റുകൾ വിളിച്ചാൽ ഏത് ലൊക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഷാജാനെ വിളിച്ചാൽ ഏത് സ്റ്റേഷനിലാണ് ഇത് പറഞ്ഞപ്പോൾ ഓർത്തത്. യൂണിഫോം സ്വന്തമായിട്ട് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു യൂണിഫോം സ്വന്തമായിട്ട് തയ്പ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമല്ല സാർ. ഞാൻ പണ്ട് നമ്മൾ ഒരുപാട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം പോലീസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഒരാളിങ്ങനെ ഒരു വിളിച്ചു, ഷാജൻ ഒരു വേഷം ഉണ്ട് കേട്ടോ. സിനിമയിലാണോ? ആ സിനിമയിൽ ഒരു സിനിമയിൽ കുറേ മുൻപ്. അപ്പോൾ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അതും എടുത്തോളാൻ പറഞ്ഞു, രസയുടെ യൂണിഫോം ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തൊട്ടടുത്തുള്ള അവിടെ നിന്നൊരു സാറിൻ്റെ നിന്നൊരു എസ് ഐയുടെ കോസ്റ്റ്യൂമൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പനമ്പള്ളിനാറിൽ ഇവിടെയൊക്കെ എന്തോ ലാത്തിച്ചാർജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രാത്രിയൊക്കെ എന്തോ ആയി. കഴിഞ്ഞപ്പം ഞാനൊരു 1 മണി 2 മണിയൊക്കെ അപ്പം വയറ്റിലേക്ക് കോട്ടയത്തിന് പോകാൻ വേണ്ടി നിൽക്കുക, ബാഗ് വിത്ത് കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഒറ്റ വണ്ടി വരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു തമിഴ് ലോറി വരുന്നുണ്ട്. അപ്പോൾ ലോറിക്ക് കാണിച്ച് അവനോട് നിർത്തി ഞാൻ ചാടി കയറി.
കയറി കഴിഞ്ഞപ്പോൾ ഓർത്ത് ദൈവമേ കയറുണ്ടായിരുന്നു. കാരണം കൊപ്പട മീശയൊക്കെ ആയിട്ട് രണ്ട് തമിഴന്മാർ അവർ വളരെ രൂക്ഷമായിട്ട് ഇടയ്ക്കിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എൻ്റെ ബാഗിനിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇനി ഇവരെന്നെ എവിടെയെങ്കിലും കൊണ്ട് തല്ലിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണോ. അപ്പോഴേ ഞാൻ ഓർത്ത് ഇതിനകത്ത് യൂണിഫോം ഇരിക്കുന്ന കാര്യം. ഞാൻ പയ്യെ ഒന്നും അറിയാത്ത പോലെ വേറെ എന്തോ തരുന്ന പോലെ ബാഗ് തുറന്നിട്ട് യൂണിഫോം എടുത്ത് ഇവരുടെ മുമ്പിലോട്ടിട്ട് ഇപ്പോൾ യൂണിഫോം കണ്ടപ്പോൾ ഒരു ഞെട്ടി. സാർ വണക്കം സാർ എங்கே പോയിട്ട് വരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പം നമ്മുടെ വലിയ വണ്ടി അങ്ങ് പോയി. അപ്പോൾ എനിക്കൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് നിന്നാൽ അപ്പോൾ നിങ്ങളുടെ വണ്ടി കിട്ടിയിരുന്നാലും സന്തോഷം. സാർ എங்கே വർക്ക്? ഞാൻ ഏറ്റുമാനൊരു SI അല്ലേ, ഏറ്റുമാൻ SI എന്ന് പറഞ്ഞ് ഇവർ പിന്നെ ഭയങ്കര സന്തോഷമായി. സാറാണ് കാപ്പി ചായ. ഞാൻ ഒന്നും വേണ്ട, വണ്ടി പോ, സീക്രം വിടുന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എയർ പിടിച്ച് നിൽക്കുക. വണ്ടി വന്ന് ഏറ്റുമാനിൽ എത്തിയപ്പോഴാണ് പണി പാളിയത്. തൊട്ട് ഫ്രണ്ടിൽ പോലീസ് ജീപ്പ് കൈ കാണിച്ചു ലോറിക്ക്. അപ്പോൾ ഈ തമിഴന്മാരാദ്യം പോലീസുകാരെ കണ്ടൊന്ന് ഞെട്ടി. അത് കഴിഞ്ഞ് എനിക്കിട്ട് നോക്കി. അപ്പോൾ അവർക്ക് ഹാപ്പി ആയി. SI പിന്നെ അവർക്ക് എന്ത് പേടിക്കാൻ. അപ്പോൾ ഈ അസിസ്റ്റന്റ് ബുക്ക് എടുത്തപ്പോൾ മറ്റേ ഡേ അവിടെ വെക്കടേ, ബുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മെയിൻ ഡ്രൈവർ അവിടെ വെക്കട നീ വാ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും ചാടി ഇറങ്ങിയിട്ട് പോലീസുകാർ എടുത്തിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാനപ്പോൾ എനിക്ക് മുഖത്ത് എക്സ്പ്രഷൻ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. SIയും ടീമുകളോട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നെ അടുത്ത് വന്നിട്ട് SI വിളിച്ച് ഇറങ്ങിവാടാ. അപ്പോൾ ഈ ഡ്രൈവർ സാർ അപ്പടിയൊന്നും കൂപ്പിടക്കൂടാது, എന്താണ് இந்த ஆள் வந்து ஏറ്റുമാനൂർ SI സാർ. ആര്? ഏറ്റുമാനൂർ SI. ഓക്കെ ഇന്ത ഏറ്റുമാനൂർ SI ഞാനാ. ഇവനെ ഏത് SI ആണെന്ന് എനിക്കറിയണം. ഇറങ്ങടാ. SI പറഞ്ഞു നിങ്ങൾ പൊക്കളാൻ പറഞ്ഞു. അത് ലോറി വിട്ടിട്ട് എന്നെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു, വാച്ച് അടിക്കുന്നു, ഷർട്ട് അടിക്കുന്നു. അപ്പൊ ആക്ടിവിറ്റീസ് കണ്ടപ്പോൾ മനസ്സിലായി ഇനി എന്താണ് അടുത്ത സീൻ എന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞു സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ SI ആണെന്നല്ല പറഞ്ഞത്, എൻ്റെ ചാച്ചനൊരു പോലീസുകാരനാണ്, അപ്പം ആ ഡ്രസ്സാണിതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ചാച്ചൻ പോലീസ് എവിടെ? ഞാൻ പറഞ്ഞു ഇങ്ങനെ കഞ്ഞിക്കുഴിയിലാണ്, വിജിലൻസിലാര്? ഞാൻ പറഞ്ഞു ഇങ്ങനെ യോനാൻ സാറിൻ്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചാച്ചനെ അറിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ഷേപ്പിലൊക്കെ ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റുന്നു. അല്ലെങ്കിൽ അന്നത്തോടെ ഏറ്റുമാനൂർ SI ക്ലോസ് ചെയ്തു. അല്ല, പ്രോഗ്രാം കഴിഞ്ഞുള്ള ഈ പോലീസുകാരുടെ പിടുത്തം ഭയങ്കര സാറേ. കാര്യം നമ്മൾ ഒരു ദിവസം കൊല്ലം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹർത്താലായിരുന്നു, പെട്ടെന്നുള്ളൊരു ഹർത്താലായിരുന്നു. അന്ന് ആലപ്പുഴ ഇറങ്ങി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നടക്കുക. ഞാൻ ഷാജോണും പിന്നെ വേറെ രണ്ടുപേരും ഞങ്ങൾ എല്ലാ ടീമും നടന്നു വരിക. ആലപ്പുഴ ചങ്ങനാശ്ശേരി അടുക്കാറായി, പെരുന്ന ഭാഗത്ത് ഏകദേശം അടുക്കാറായി, ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബാഗിൽ പെട്ടെന്ന് കോസ്റ്റ്യൂംസും എല്ലാം ഉണ്ട്. നമ്മൾ ബാഗ് എടുത്ത് ഇങ്ങനെ വന്നു, പെട്ടെന്നൊരു പോലീസ് വന്നു ചവിട്ടിയോടെ നിർത്തി. എടാ പോടാ ഹർത്താലായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ കോസ്റ്റ്യൂമൊക്കെ, ഈ ലേഡീസ് കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഇതെല്ലാം അഴിച്ച് കാണിച്ച് പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ല സാറേ. അപ്പോൾ ആലപ്പുഴ നമ്മൾ ചങ്ങനാശ്ശേരി അടുക്കാറായി. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു അല്ല സാറേ ഞങ്ങളെ ആലപ്പുഴയ്ക്ക് ഒരു മരിപ്പറിയിക്കാൻ പോകാൻ നിൽക്കുകയെന്ന് പറഞ്ഞു. ഇന്ന് ഹർത്താല, വണ്ടി ഒന്നും കിട്ടത്തില്ല, വണ്ടിയെ കയറാൻ പറഞ്ഞു. എന്നിട്ട് ഈ പോലീസുകാർ ഞങ്ങളെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വീണ്ടും ആലപ്പുഴ പെട്ടെന്ന് അവസ്ഥ. പിന്നെ ആലപ്പുഴ രാവിലെ പിന്നെ നടപ്പാ. ഇല്ല, പോലീസിനെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ പങ്കുവെച്ച് പോവുകയാണ്. അപ്പോൾ കുറച്ചു നേരം ഞങ്ങളുടെ മിമിക്രി കുടുംബത്തിലെ അംഗങ്ങൾ അടുത്തൊരു സ്കിറ്റിനായി റെഡി ആയിട്ടിരിക്കുകയാണ്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ ചിരി വിശേഷം കണ്ടതിന് ശേഷം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം. ഞാൻ അവരോട് എന്നെ കലാഭവനിൽ ചേർക്കുമെന്ന് പോയി ചോദിച്ചു. അവരെന്താ പറഞ്ഞെന്നറിയോ? ദേവികയ്ക്ക് കലാഭവനിലേക്കാളും നല്ലത് കലാമണ്ഡലത്തിൽ പോയി ചേരുകയെന്ന്. അപ്പം നമുക്ക് തിരിച്ചു വരാം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. നിന്നെ സിനിമയിലെടുത്തടാ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഇതിഹാസം, ഒരു വടക്കൻ വീരഗാഥ ഇവിടെ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ്. മലബാറിന്റെ മൊഞ്ചുള്ള മഹാകാവ്യമായി ഹൈടെക് ടെക്നോളജിയിലൂടെ തനിമയൊട്ടും ചോർന്നു പോകാതെ ഒരു ന്യൂ ജനറേഷൻ സിനിമയായി ആറ്റുമ്മണമേൽ ഉണ്ണി ഐഷ. നിങ്ങൾ പുത്തൂരെ പെണ്ണുങ്ങളെ കണ്ടിക്ക, ആറ്റുമണമേലെ ഐഷാനെ കണ്ടിട്ടില്ലേ ബാ, മലബാർക്ക് ബാ. ഓളൊരു കേമിയാണ്, അങ്കംപെട്ടിന് ജോരാണ്, വാലെടുത്ത കലിപ്പാണ്, അംഗം കാണാൻ ബാ, മലബാർക്ക് ബാ. നിങ്ങൾ ചതിയൻ അന്ത്രൂവിനെ കണ്ടീന, ഓളാം വിടേറുകൊണ്ട് ഹമിക്കിനെ കണ്ടിട്ടില്ലേ ബാ, മലബാർക്ക് ബാ. ഇരുമ്പാടി തട്ടി മാറ്റി മുളയാണി ബച്ചബാന, ഓനൊരു ബെടക്കാണ്, കളരിക്ക് പൊറുത്താണ്, പെണ്ണുങ്ങൾക്ക് വെറുപ്പാണ്, ചെയ്താലെ കാരണെങ്കി ബാ, മലബാർക്ക് ബാ.
കിളരി പരമ്പര ജിന്നുകളെ ഈ ഇബിലീസുകളെ കാത്തോളണേ. അശ്വനുണ്ണി ഒരു കാര്യം പറയാനുണ്ടെന്നും. എന്താ? നമ്മൾ തുരുമ്പിന്റെ കുത്തിവെപ്പെടുത്തിട്ടില്ല, സൂക്ഷിച്ചു വെട്ടണേ. പടച്ചോനെ, ഇജ്ജ് പറഞ്ഞപ്പോഴാ നമ്മൾ എടുത്തിട്ടില്ലടാ. വെട്ടുമ്പോ സൂക്ഷിച്ചു വെട്ടണേ. നമ്മൾ ഏറ്റെന്ന്. 1 2 3. പഴംപൊരിയോ? ഇരുമ്പാണി തട്ടി മുളയാണി വെക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്ത ചതിയൻ അന്ത്രു ഇന്നാ പിടിച്ചോ. മാറ്റച്ചൊരുക ചോദിച്ചപ്പോ എടുക്കാൻ മറന്നുപോയെന്ന് കളവ് പറഞ്ഞ കള്ള ഹിമാറേ. നിറകൊണ്ട പായിരാക്ക് കൊമരമ്പുഴ നീന്തി നമ്മുടെ ഉമ്മാന്റെ അരയെ കയറി വേണ്ടാധീനം കാണിച്ച കാഫറെ കുറെ നാളാടാൻ നമ്മൾ ഓങ്ങി വെച്ചിട്ട് അംഗത്തളർച്ചയോടെ വിശ്രമിച്ച ഞങ്ങളുടെ മാമാന്റെ പക്കിന് കുത്തിയ കള്ള ഹിമാറേ ഇന്നാ പിടിച്ചോ. വെട്ട് നിർത്തരുത്, വെട്ടിക്കോള്. എത്ര വെട്ട് വെട്ടിയിട്ടും കലിപ്പ് തീരണില്ലല്ലോ ഉമ്മ. അല്ല ഉസനുണ്ണി, ഈ ഒറിജിനൽ അംഗത്തിന് അന്തർ ഇതുപോലെ നിന്ന് തരുമാ? നിന്ന് തരും. എന്താ ഉറപ്പ്? നമ്മൾ നേർച്ച ഇട്ടിട്ടുണ്ടെന്ന്. അതിൽ കൂടുതൽ നേർച്ച അവനിട്ടിട്ടുണ്ടെങ്കിലാ. എന്താണ് മക്കളെ അംഗം വെട്ടി തളർന്ന? പടച്ചോനെ, അന്ത്രൂന്റെ നെഞ്ചത്ത് 19 ബെട്ടാണല്ല. ഇന്നത്തെ കൊണ്ട് നിങ്ങളുടെ റിഗേഴ്സൽ കഴിഞ്ഞു. നാളെ സുബഹിക്ക് നിങ്ങൾ പുറപ്പെടുന്നു. എങ്ങോട്ട്? അങ്ങോട്ട്. അതാ ചോദിച്ച എങ്ങോട്ടെന്ന്. എന്റെ ബാപ്പാനെയും ഓന്റെ മാമാനെയും ചതിച്ചു കൊന്ന ആ ചതിയൻ അന്ത്രൂന്റെ തല കൊയ്യാൻ. ബാപ്പാ, മാമാ, മാമാ, ബാപ്പാ, ബാപ്പാ, മാമാ. ഇല്ല, വിടില്ല നമ്മള്. ഓന്റെ തല വെട്ടി ഉപ്പുപ്പാന്റെ കാക്കയിൽ വെച്ചിട്ടേ ഞമ്മക്കിനി വിശ്രമമുള്ളൂ. അല്ലടാ ഉസനുണ്ണി? അസുനുണ്ണി, ബേലിലിരിക്കുന്ന പാമ്പിനെടുത്ത് വെറുതെ വേണ്ടത്രത്ത് വെക്കണ. നിങ്ങൾ വിചാരിക്കും പോലെ ഓൻ അത്ര നിസ്സാരക്കാരനല്ല. 18 അടവും കൂടാതെ ആനയെ മയക്കണ അരിങ്ങരിങ്ങരിങ്ങോ. ആനയെ മയക്കണ അരിങ്ങോടര്. ആ കാഫറിന്റെ കയ്യിൽ നിന്ന് പഠിച്ച 19ാമത്തെ അടവ് കൂടി ഉണ്ട് അവന്റെ കയ്യില്. അപ്പൊ ആടെ ഉപ്പുപ്പൊക്കെ അറിയില്ലായിരുന്ന? പിന്നെ ഉമ്മുമ്മ ചരവത്തടി എടുക്കുമ്പം ഉപ്പുപ്പ പൊരയുടെ മതിലും ചാടി ഓടുന്നത് ഞമ്മള് കണ്ടിട്ടുണ്ടെന്ന്. അതായിരുന്ന 19. അതേന്ന്. അത് 9 അല്ലേ? ആറ്റുമ്മളന്മേൽ ഉണ്ണിയാഴ്ചയും തോഴിമാരും എഴുന്നള്ളുന്നേ. ഉണ്ണിയാഴ്ച, ഇന്നത്തെ അംഗം എങ്ങനെ ഇരുന്ന്? അങ്കോ? എന്തംഗം? ഞമ്മള് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയതല്ലേ. പാപ്പാക്കെന്താ പ്രാന്തായ? പിന്നെ ഉണ്ണിയാഴ്ച, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ മോൻ അസനുണ്ണിയും എന്റെ പുനാര ആംഗ്ല ഐദ്രോസുണ്ണിയുടെ മോൻ നുസനുണ്ണിയും അംഗത്തിന് പുറപ്പെടുകയാണ്. അവരെ അനുഗ്രഹിച്ച് അർമാദിച്ച് യാത്രയാക്കണം. ഒരു പോക്ക് പോയി പണ്ടാരടങ്ങാൻ നിൽക്കുന്ന എന്റെ മക്കളോട് ഈ ഉമ്മാക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താ അമ്മ? ചതിയൻ അന്ത്രൂന്റെ തലയും കൊണ്ടല്ലാതെ നിങ്ങൾ ഈ പടി കടന്നു പോരുത്. പടച്ചോനെ, ഇത് വലിയ തിടങ്ങറായി പോയില്ല. ഓന്റെ ചോര കണ്ടല്ലാതെ എന്റെ പൊന്നാങ്ങൾ ഹൈദ്രോസുണ്ണിയുടെ ചുരുകയുടെ വൈബ്രേഷൻ നിൽക്കൂ. അതിപ്പോഴും പേടിച്ചിട്ട് നമ്മുടെ മുട്ട് പിറക്കണല്ലടാ. നീ പേടിക്കണ്ടെന്ന് നമ്മുടെ മുട്ടും പിറക്കണ്ടെന്ന്. മൂസാക്കുട്ടി, നമ്മുടെ പുള്ളങ്ങളിൽ നിന്ന് അംഗത്തിന് പുറപ്പെടുകയാണ്. ലക്ഷണം കെട്ടൊരു ലക്ഷക്കണക്കിന്. എന്താണ് പറയണത്? ലക്ഷണമൊത്തൊരു കുതിരയല്ലേ? അത് തന്നെ. കേട്ടോടാ സോണി, പണ്ട് പ്രതാപചന്ദ്രൻ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങളുടെ മൂത്താപ്പ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന അതേ കുതിര. എന്താണ് ആ ബലാലിന്റെ പേര്? മൈക്കിൾ റാണി. അതെ, നല്ല ബെല്ലും ബ്രേക്കുമുള്ള കുതിരയാ. ചതിയൻ അന്ത്രൂന്റെ തലയുമായി നിങ്ങൾ കല്ലായി കടവത്തെത്തുമ്പോൾ വീരാളി പട്ടു പുതപ്പിച്ച് പല്ലക്കിലിരുത്തി വെഞ്ചാമരം വീശിത്തരും ആറ്റുമണമേൽ ഉണ്ണി ഐഷ.
മറിച്ചാണെങ്കിലോ? ഞങ്ങളുടെ മയ്യത്ത് സന്തോക്കി കൊണ്ടുവരുമ്പോ നിങ്ങൾ എന്ത് വീശത്തരും? അല്ല അത് അപ്പോ ഇടിയപ്പോ കൂടെ നിൽക്കട്ടെ. സ്വന്തം മക്കളെ കൊലക്ക് കൊടുക്കാൻ പറഞ്ഞേക്കുന്ന കണ്ണീച്ചോറിയില്ലാത്ത തായേ, സോറി ഉമ്മച്ചി, ഞങ്ങളെ നിഗ്രഹിച്ചാലും നല്ല കാലത്ത് എന്തോരം പകയന്മാരുടെ തലരിഞ്ഞ ബാളാണിത്. ഇപ്പൊ തുരുമ്പ് വില കൊടുക്കാതെ വിട്ട ഒരു പട്ടിച്ചാത്തനും വേണ്ടാന്ന്. അതൊക്കെ ടിപ്പു സുൽത്താന്റെ ബാള്. നമ്മുടെയൊക്കെ ബാള് എന്ത് ബാള്? പാത്തു, കുഞ്ഞിപ്പാത്തു, സുബൈ ബാങ്ക് കേട്ടില്ലേ? കളരിയിൽ വിളക്കൊളുത്തിയേ. ബെട്ടം 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 ബെട്ടം. കുഞ്ഞിപ്പാത്തു, കോഴി ബിരിയാണി റെഡിയല്ലേ? ഇല്ല, അടുക്കളയിൽ അരി തീർന്നു. ഇനി അയലോക്കത്തിൽ നിന്ന് കടം തരില്ലെന്നാ പറഞ്ഞേക്കണത്. അങ്കത്തിന് പോകാതെ തുരുമ്പ് പിടിച്ച് ഈ ബാളും തേച്ചു മിനുക്കി ഇവിടെ കുത്തിയിരുന്നാൽ അണ്ണാക്കിലേക്ക് ഇടാൻ വല്ലതും കിട്ടോ? കളരി പരമ്പര ഇബിലീസുകളെ, ചതിയൻ അന്ത്രൂനെ നിങ്ങൾ പരീക്ഷിക്കുകയാണോ? പിന്നെ 16-ാം തീയതി കുന്നത്ത് ഷഡ്ഡി കമ്പനിക്കാരും പാലാട്ട് അച്ചാറ് കമ്പനിക്കാരും തമ്മിലുള്ള അതിർത്തി തർക്കം തീർക്കാനായിട്ട് ഒരു അംഗമുണ്ട്. അന്ന് കൊടുക്കാന്നും പറഞ്ഞ് അയലൂക്കത്ത് പോയിട്ടൊന്ന് തെണ്ടുന്നേ കിട്ടും. നീ വിചാരിച്ചു നടക്കും? പടച്ചോനെ, പലിശക്കാരൻ ഉസ്മാനായിരിക്കും. 100 പൊൻപടം കടം വാങ്ങിയതാ. പലിശയെ മുതലും ചേർത്ത് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അതെ, ഞാൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുളുനാട്ടിൽ ഈ അംഗം വെട്ടാൻ പോയേക്കെന്ന് പറഞ്ഞേക്ക്. മനസ്സിലായ? തുളുനാട്. അവൻ കേട്ട പുളുവാന്ന് പറയുള്ളൂ. നീ വിശ്വസിപ്പിക്കണം. തുളുനാട് അംഗം വെട്ടാൻ. പുറത്ത് 2 കിടാങ്ങൾ വന്നിപ്പോണ്ട്. കിടാങ്ങളാ? ഞാൻ വെറുതെ പേടിച്ചു പോയേനെ. ആ കിടാങ്ങക്ക് ഓരോ ഗ്ലാസ് പയങ്ങഞ്ഞു വെള്ളം കൊടുക്ക്. പിന്നെ പടിപ്പുര മാളികയില് എന്തുന്ന ഈ പറയണേ, വെറുതെ ഓരോന്ന് ബായിലേക്ക് വന്ന് കയറും. ആട്ടിൻ കൂട്ടി പോയി റെസ്റ്റ് എടുക്കാൻ പറ. എനിക്കിപ്പോ കാണാൻ സമയമില്ല. കണ്ടിട്ടേ പോളെന്ന് പറഞ്ഞ് ഒരേ വാശിയില്ല. പുറത്താരാ? ഞമ്മക്ക് പേടിയൊന്നുമില്ലട്ടാ. അകത്ത് ഞമ്മളാ. പുറത്താരാ? പുറത്ത് നമ്മളും. വാതിൽ തുറക്കുന്നുണ്ടോ അതോ തല്ലി പൊളിക്കണോ? കുഞ്ഞിപ്പാത്തു, ബാലോർക്ക് ഇപ്പൊ വീണേനെ. ഞമ്മളും വീണേനെ. അത് നിങ്ങൾ ആരാണിത്? വെറുതെ വന്ന് മെക്കിട്ട് കയറാൻ മാത്രം നമ്മൾ തമ്മിൽ എന്താ കലിപ്പ്? അല്ല, ഞാൻ വല്ല ഉപകാരം ചെയ്താ? ഞാൻ ആറ്റുമണമേൽ ഉണ്ണിയേശുവിന്റെ മകൻ ഉസനുണ്ണി. ഞാൻ നിങ്ങൾ കുത്തുവിളക്കിന് കുത്തിക്കൊന്ന ആറ്റുമണമേൽ ഐദ്രോസ് ഉണ്ണിയുടെ മകൻ അസ്സനുണ്ണി. എന്താ മുട്ടുപറക്കണത്? ഞങ്ങളെ കണ്ടപ്പോ പേച്ചു പോയോ? നിപ്പ് കണ്ടിട്ട് പേശത് തന്നെ. അപ്പൊ നമ്മുടെ പുക കാണാനുള്ള വരവാണല്ലേ? സംസാരം വേണ്ട, വാളെടുക്കുവിൻ. ആദ്യം അംഗം, പിന്നെ മതി ചോറൂണും അടിയന്തരവും വിശ്രമവും. കഴിഞ്ഞ മേട് കഴിഞ്ഞ ഞകളിപ്പ് നോക്കണേ. എന്തോരം ഗ്രൗണ്ട് പുറത്തുണ്ട. ഈ പെരക്കാത്ത് കിടന്നിട്ട് തടവിട്ട് പറയാൻ ഒറ്റ ചവിട്ട് വെച്ചു. അതെ, അംഗം തീർന്ന അംഗം തീർന്നില്ല. ഉപ്പുപ്പായി ഉപ്പുമാങ്ങ അല്ല ഉമ്മുമ്മായും പഠിപ്പിച്ചെന്ന മുറകൾ ഇനിയുമുണ്ട്. ഇതാണ് അംഗം. ഇത് വെറും സാമ്പിള്. മൊട്ടേന്ന് പിരിയാത്ത പുള്ളങ്ങളോട് വെട്ടാൻ കൂട്ടുനിന്നാണോ അംഗം? വന്ന ബൈക്ക് ബീട്ടി പോടകടാങ്ങളെ. ഇങ്ങടെ തലയും കൊണ്ട് ചെന്നില്ലെങ്കിൽ ഉമ്മ ഞങ്ങളുടെ തലയെടുക്കും. നിങ്ങൾ തലതാ.
നമ്മുടെ തലയോട് പെരുത്ത് പൂതിയുള്ള ആ നായിന്റെ മോന്റെ പേര് പറയിൻ. മോനല്ല മോള. എന്നാലും പറയിൻ. നിറകൊണ്ട പാതിരാക്ക് ആണുങ്ങളില്ലാത്ത നേരത്ത് ഞമ്മടെ ഉമ്മാന്റെ അറയെ കയറിയത് നിങ്ങൾ മറന്നുപോയല്ലേ? ആറ്റുമണമേലെ ആറ്റുമണമേലെ ഊ നീ ഐ ഉണ്ണി ഐഷ. ഈ അന്തർജേകവർ എവിടെ പോയി കിടക്കുക? ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. ഇങ്ങോട്ട് വരട്ടെ, നമ്മൾ കാണിച്ചു കൊടുക്കാം. എന്റെ വരണ്ടായിരുന്ന അല്ല, വൈകി. കൂബി തൊണ്ട പൊട്ടീനെ, കടത്തുവെള്ളം കിട്ടിയില്ല, അവസാനം പോയ നീന്തി. ഒന്നും പറ്റിയില്ലല്ലോ. വലിയ മുതലുള്ള പോയായിരുന്നു. അതിലും വലിയ മുതലല്ലേ ഈ നിക്കണ മുതല്. കളിയാക്കണ്ട. അല്ല, ഈ പാതിരാത്രിക്ക് എന്തിനാ നമ്മളോട് വരാൻ പറഞ്ഞേ? എന്നെ ആ കളി ഒന്ന് പഠിപ്പിക്കോ? ഏത് കളി? കോലുകളി. അടുത്ത മാസം കുടുംബശ്രീയുടെ വാർഷികത്തിന് കോലുകളിക്ക് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ബലാല് വെറുതെ കൊതിപ്പിച്ച്. ആ എങ്കിൽ കോലെടുത്തോ. പഠിച്ചോനെ, നമ്മുടെ കെട്ടിയോൻ കുഞ്ഞിപ്പോക്കരിക്ക നാദാപുരത്ത് അംഗത്തിന് പോകുമ്പോ ഇന്ന് വരില്ലെന്നാണല്ലോ പറഞ്ഞത്. പഠിച്ചോനെ ചാദിച്ചു. പടച്ചോനെ, ഹലാക്കിന്റെ അവലിംഗഞ്ഞായില്ല. എവിടെയാണെന്ന് ഒളിക്കരുത്. ഈ കട്ടിന്റെ ഇടയിൽ കയറി ഒളിക്കാം. ആന്ത്രുക്ക ചതിക്കല്ലേ, പുള്ളിക്കാരെ സ്ഥിരം കിടക്കുന്ന സ്ഥലം അത്. എങ്കിൽ ഈ വാതിലിന്റെ മറയിൽ ഒളിക്കാം. അല്ലോ അത് വേണ്ട, ആര് കഥകളി മുട്ടിയാലും പുള്ളിക്കാരൻ പോയി ഒളിക്കണ സ്ഥല. എങ്കിൽ പിന്നെ ബച്ചിന്റെ മോളിൽ കയറാലേ? ഏയ്, അത് ശരിയാവില്ല. ഇക്കൊക്കെ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവുന്നേ. എന്റെ പൊന്നും കെട്ട ഐഷേ, പിന്നെ നമ്മൾ എവിടെ ഒളിക്കും? ആ കട്ടിലിന്റെ മുകളിൽ കയറി പുതച്ചു മൂടി കിടന്നോളി. അപ്പൊ എന്നെ കാണൂലേ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലാറായി, അങ്ങേര് ആ കട്ടിൽ മേലോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഹായ്, ഇത് ഞാനല്ല. ആണും പെണ്ണും കെട്ട ഹമുക്കേ, നമ്മടെ പുയ്യാപ്പിള അംഗത്തിന് പോയ തക്കം നോക്കി നിന്റെ അറ കയറിയ ബെടക്കേ. പിന്നെ നമ്മള് അങ്കോ നടന്നില്ല. എട്ടനെങ്കിൽ എട്ടന കിട്ടണയായി. അന്ത്രു, നിന്നോട് പറയണേ, ഓടിക്കോ. ഉണ്ണീഷ ഉണ്ണീഷ ഓ ശരിക്കും പിഴച്ചു അല്ലേ? കഷ്ടം. ഇതാണ് മക്കൾ ഉണ്ടായത്. ഉള്ള ചീത്തപ്പേര് നിലനിർത്തിക്കൊണ്ട് ആ രാത്രി അന്ത്രുവിന് വേറെ പേരുകൂടി കിട്ടി. കിണ്ടികളൻ അന്ത്രു, കിണ്ടി അന്ത്രു. അന്ത്രു മാമ, ഇത് നമ്മൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ ഉമ്മ അത്രക്കാരിയായി പോയി. പക്ഷെങ്കില് നമ്മുടെ മാമ ഹൈദ്രോസുണ്ണിയെ കുത്തുവിളക്കൊണ്ട് പക്കിന് കുത്തി കൊന്നില്ലേ, അത് നമ്മൾ സഹിക്കൂല. മക്കളെ, അതിലുണ്ട് ഹൈറും ഷെറും. എന്ത്? നേരും നുണയും. നാദാപുരം പള്ളിയിൽ ചന്ദനക്കുടം. വലിയ വലിയ ചേകോമാര് വന്ന് മത്സരിക്കുന്ന വെട്ടും കുത്തും കോമ്പറ്റീഷൻ. ഒന്നാം സമ്മാനം കുന്നത്ത് ഷഡ്ഡി കമ്പനി മുതലാളി കുന്നത്ത് ഹാജി സ്പോൺസർ ചെയ്ത 1001 ദർഹം പൊൻപണം. രണ്ടാം സമ്മാനം പാലാട്ട് അച്ചാറുകാരൻ പാലാട്ട് കുഞ്ഞിക്കണ്ണ് ഹാജി സ്പോൺസർ ചെയ്ത 101 റാത്തൽ മട്ടൻ. മട്ടൻ എന്ന് കേട്ടതും നിന്റെ ഉപ്പൂപ്പാക്ക് ഒരു ഞെട്ടലായി. പിന്നെ ഹാലിളകി. അങ്ങനെ ഹൈദ്രോസുണ്ടിയോട് കോമ്പറ്റീഷന് പോകാൻ നിന്റെ ഉപ്പൂപ്പ നിർബന്ധിച്ചു. തുണ പോകാൻ നമ്മളോടും. കണകുണാന്ന് കേട്ടതും തുണക്ക് പോകാന്ന് നമ്മൾ അങ്ങോട്ട് ഏറ്റ്. അങ്ങനെ നമ്മൾ തുണ പോയി. ഹൈദ്രോസേ, ഇങ്ങോട്ട് നോക്കട്ടെ ചെയ്താനെ. ആ നിക്കണ മുതലിനെ കണ്ട? അതാണ് ആനേനെ വരെ മയക്കണ അരിങ്ങോടർ ഹംസ.
ഹംസാനെ തോപ്പിക്കുന്ന കാര്യം ഞമ്മളേറ്റു. അന്ത്രു, നീ എനിക്ക് തുണ വന്നതോ അതോ അരിങ്ങോടെ ബൂസ്റ്റ് ചെയ്യാൻ വന്നതോ? ഓ, പുള്ളിക്കാരൻ നിന്റെ പയ്യ ഉസ്താദല്ലേ? ആ, നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. 41 ദിവസം മട്ടൻ ബിരിയാണി മാത്രം കഴിച്ച് കഠിന വ്രതമെടുത്ത് ചെയ്യുന്ന ഒരു സാഹസിക പ്രകടനമാണ് കേട്ടോ ഈ വെട്ടും കുത്തും. കഠാര മുനകൾ ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്ന അത്ഭുത പ്രകടനമാണ് കേട്ടോ. രക്തം കണ്ടാൽ തലകറങ്ങുന്നവരോ കൊച്ചുകുട്ടികളോ ദയവായി മാറി നിൽക്കണം കേട്ടോ. പ്രകടനം ആരംഭിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, എനിക്ക് ആരും തുണ വന്നിട്ടില്ല കേട്ടോ. ഈ അരിങ്കോടിൽ കിടന്ന് അറുമാദിക്കുന്നുണ്ട്, നീ അറാമ്പറപ്പ് കാണിക്കില്ലേ? കുടലും പണ്ടവും പുറത്തേക്ക് ചാടും. തുണക്ക് വന്നേക്കണ എന്നെ അത് ബാധിക്കും. ഞാനാ പറയണേ. അരിങ്കോടരെ, ഇത് ശതിയാണ്, ശതി, പെരുത്ത ശതി. ഇവിടെ നടന്ന വെട്ടുകുത്തും മത്സരത്തിൽ അരിങ്ങോടി ഹംസ വിജയിച്ചിരിക്കുന്നു. അരിങ്ങോടി ഹംസക്ക് അഴക്കത്തി മതിയെങ്കിൽ നിനക്ക് കാൽക്കത്തി മതി. കത്തി മത്തിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ആയി നിന്റെ പള്ളക്ക് കയറിയ കത്തി വലിച്ചു വിട്ടെ. ഇങ്ങോട്ട് കാണിച്ചിങ്ങട്, ഇങ്ങോട്ട് കാണിക്ക, ഇങ്ങോട്ട് തിരികെ തന്നെ. ഞങ്ങളോട് ക്ഷമിക്കൂ അന്ത്രുമാമ. ഉമ്മ പറഞ്ഞ നുണക്കഥ കേട്ട് ഞങ്ങൾ അന്ത്രുമാമനെ തെറ്റിദ്ധരിച്ചു. അതെ, ഞങ്ങളോട് ക്ഷമിക്കൂ അന്ത്രുമാമ, ക്ഷമിക്കൂ. പോട്ടെ, സാരമില്ല പുള്ളങ്ങളെ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം പൊടി കിട്ടിയില്ല. ആ, അസനുണ്ണി, ഉസനുണ്ണി, ഇങ്ങോട്ട് വന്നേ. ഇങ്ങള് നമ്മക്ക് പെരക്കാതെ പോയ 2 പുള്ളങ്ങളാണല്ല. ആ, നമ്മൾ പറഞ്ഞത് ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നമ്മുടെ തല വെട്ടിക്കോളി. വേണം, ഞമ്മക്ക് ഉപകാരമില്ലാത്ത ഈ തല ഇങ്ങക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ തലയിലേക്ക് എന്ത് കാര്യം? നോക്കിയേ, ഉണ്ണി വെട്ടടാ, വെട്ടടാ. ആ, പിന്നൊരു കാര്യം, തല വെട്ടി ഉടലിന്ന് തെറിക്കുമ്പോ തല ചിലപ്പോ നിന്റെയൊക്കെ തന്തക്ക് വിളിച്ചെന്നിരിക്കും. പതറരുത്, പതറരുത്. തല വെട്ടിയെടുത്ത് അവക്കടെ കാലിന്റെ കാൽ ചൂട്ടി കൊണ്ടേ വെക്കണം. എന്റെ മാമയാണ് പറയണത്. വെട്ടറാ, തല വെട്ടറാ, എന്റെ തല വെട്ടറാ. നീ വെട്ടു, നീ വെട്ടിക്കോ, നീ വെട്ടിക്കോടാ, നീ വെട്ടൻ വേണ്ടെന്ന് നീ വെട്ടിക്കോ. നീ വെട്ടി പുറ, ഞാൻ വെട്ടിക്കോളാം. നീ വെട്ടൻ. ഒരു മിനിറ്റ്, വെട്ടാൻ പറ്റട്ടെ. ഇതെന്താണ് ഈ കാണിക്കണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ചതിയനന്ത്രുവിന്റെ ഒരു തുള്ളി ചോര പോലും ഈ മണ്ണിൽ ബീയരുത്. ആ ചോര കണ്ട് നിങ്ങളും ബീയരുത്. അതിനു വേണ്ടിയാണ് മക്കളെ. വെട്ടിക്കോളി, ധൈര്യമായിട്ട് വെട്ടിക്കോളി. വെട്ടിക്കോ. ആറ്റുമണമേലെ ആറാമ്പറുന്ന മക്കളെ, നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യൂന്ന് അന്ത്രൂനറിയാം. ഈ ബുള്ളറ്റ് പ്രൂഫ് ഉള്ളോടത്തോളം, അല്ലല്ല, ഈ വാളറ്റ് പ്രൂഫ് ഉള്ളോടത്തോളം കാലം അന്ത്രൂനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. പോ, മടങ്ങിപ്പോ, മടങ്ങിപ്പോടാ ചെയ്ത്താന്മാരെ, ചെയ്ത്താന്മാരെ, ചെയ്ത്താന്മാരെ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, തിലകൻ. ഓ, ഈ മിമിക്രി ഒന്നും എനിക്ക് പറ്റിയ പരിപാടിയല്ല. എനിക്ക് എന്തായാലും നല്ലത് കലാമണ്ഡലം തന്നെയാ, അത് ഉറപ്പാ. അപ്പം എന്തായാലും നമുക്ക് തിരിച്ചു വരാം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. നിന്നെ സിനിമയിലെടുത്തടാ.
പാട്ടും മിമിക്രിയും കൂടെ ഞങ്ങൾ സംയോജിപ്പിക്കാൻ പോകുമ്പോൾ ഇതൊരു പാരഡി ഗാനവുമാണ്, ഒപ്പം മിമിക്രിയും ഉണ്ടല്ലേ പ്രചോദനം? തീർച്ചയായിട്ടും. കാര്യം ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള പാട്ടാണ്. ഇത് ഞങ്ങൾ നേരത്തെ സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതെ. അതിലുപരി എടുത്തു പറയേണ്ടത് കരുണാകരൻ സാറ് അദ്ദേഹം ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഇത് ഏറ്റവും അധികം കൈയടി വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പഴയ ഒരു ഐറ്റം എന്ന രീതിയിൽ അവതരിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ഒപ്പം തന്നെ നയനാർ സാറും ഈ പാട്ടിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിലും ഞങ്ങൾ പുഷ്പങ്ങൾ വിതറിക്കൊണ്ട് തന്നെ ഈ പാട്ട് കരുണാകരൻ സാറിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇത് പാടുന്നത് നമ്മുടെ AK ആൻ്റണി സാറ് തുടങ്ങുന്നു, തൊട്ടുപുറകെ കരുണാകരൻ സാറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നയനാർ സാറ് വരുന്നുണ്ട്, ഉമ്മൻചാണ്ടി സാറ്, അച്യുതാനന്ദൻ സാർ, ഇവരെല്ലാവരും ചേർന്നാണ് പാടുന്നത്. പാടുമ്പോൾ അവരുടേതായ രീതിയിലാണ് പാടുന്നത്. പാട്ട് കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് പാടുന്നത്. ലീഡറിനെ കുറിച്ച് പാടുന്നു. തുടങ്ങുന്നത് AK ആൻ്റണി സാറാണ്, തൊട്ടുപുറകെ ഇവരും വരുന്നു. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. വ്യത്യസ്തനാമീ പാവമാം ലീഡറേ, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സത്യം പറഞ്ഞാല് ഈ ലീഡറെ തിരിച്ചറിഞ്ഞ ആരും ഇന്ന് കേരള രാഷ്ട്രീയത്തില്ല. സത്യം. വ്യത്യസ്തനാമീ പാവമാം ലീഡറേ, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വലതു പാർട്ടിക്ക് തലവന ലീഡർ, പണിയുവാൻ മിടുക്കന ലീഡർ, വെറുമൊരു ലീഡർ അല്ലയാളൊരു ഡീലർ. ലീഡർ, ഒരു ലീഡർ, മുരളിയുടെ ഫാദർ, അതിലോലൻ രാഷ്ട്രീയ വീരൻ, ജനത്തോടെ നമ്മുടെ ലീഡർ 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 ലീഡർ. വ്യത്യസ്തനാം ഈ പാവമാ ലീഡറേ, സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഉമ്മൻചാണ്ടിക്ക് വല്ലതും പറയുവാനുണ്ടെങ്കിൽ തുറന്നു പറയണം. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ ഇതിന്റെ പിച്ചൊന്ന് പിടിച്ചോണ്ട്. പുളകം പതയ്ക്കുന്ന ചിരിയുമായെത്തി പലരും വെറുപ്പിച്ച ലീഡർക്കൊരാശ. പുളകം പതയ്ക്കുന്ന ചിരിയുമായെത്തി പലരും വെറുപ്പിച്ച ലീഡർക്കൊരാശ. മക്കളെ രണ്ടിനെ രക്ഷിക്കാൻ നോക്കി പല കളി കളിച്ചു പുറത്തായി ലീഡർ. ഇന്ദിരാഗാന്ധിയുടെ സ്നേഹിതൻ ലീഡർ, സോണിയാഗാന്ധിയുടെ സ്നേഹിതൻ ലീഡർ. ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ, ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിയുടെ ഫാദർ. ലീഡർ, ഒരു ലീഡർ, മുരളിയുടെ ഫാദർ, അതിലോലൻ രാഷ്ട്രീയ വീരൻ, ജനത്തോഴൻ നമ്മുടെ ലീഡർ 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 ലീഡർ. ഒരു ലീഡർ, മുരളിയുടെ ഫാദർ, അതിലോലൻ രാഷ്ട്രീയ വീരൻ, ജനത്തോഴൻ നമ്മുടെ ലീഡർ 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 ലീഡർ. താങ്ക് യു. മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ താരങ്ങളുടെ ചിരി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ, തിരുവനന്തപുരം, അടൂർ.